ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗാസയെ ലക്ഷ്യമാക്കിപ്പോയ ഫ്ലോട്ടിലെ ഒരു ബോട്ടൊഴികെ മറ്റെല്ലാം ഇസ്രായേൽ നാവികസേന തടഞ്ഞതായി റിപ്പോർട്ട്. ബോട്ടുകളിലുണ്ടായിരുന്ന ഡസൻ കണക്കിന് ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സേന പിടിച്ചുകൂട്ടി തീരത്തേക്ക് കൊണ്ടുപോയതായും വിവരമുണ്ട്. ഒരു ബോട്ട് മാത്രമാണ് ഗസയുടെ തീരത്ത് എത്തിയതെന്നും എന്നാൽ അതുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായും സംഘാടകർ പറഞ്ഞു. 39 ബോട്ടുകളാണ് ഇസ്രായേൽ സേന തടഞ്ഞത്. മുൻ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലി ഉപരോധം തകർക്കാൻ ശ്രമിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്ലോട്ടിലെ ആയിരുന്നു ഇത്. ബോട്ടുകളുടെ എണ്ണം കൂടുതലായതിനാൽ ഇസ്രായേലിന് എല്ലാവരെയും തടയുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുമെന്ന് ചില ബോട്ടുകളെങ്കിലും ഗാസ തീരത്ത് എത്താം എന്നുമായിരുന്നു സംഘാടകർ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഓപ്പറേഷനിലൂടെയാണ് ഇസ്രായേൽ സേന ഫ്ലോട്ടില്ല തടഞ്ഞത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ളവരെ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. 40-ലധികം ബോട്ടുകളിലായി 500-ലധികം ആക്ടിവിസ്റ്റുകളാണ് ഫ്ലോട്ടില്ലയിൽ അണിനിരുന്നത്. ഇസ്രായേൽ നടപടികൾക്കെതിരെ കടലിലെ പോരാട്ടത്തിന് കരയിലും ആയിരങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച് അണിനിരുന്നു. റോം, നേപ്പിൾസ്, ഇസ്താംബൂൾ, ഏതൻസ്, ബ്യൂണസ് അയേഴ്സ് എന്നിവിടെ ഉൾപ്പെടെ നിരവധി പ്രധാന നഗരങ്ങളിൽ ഫ്ലോട്ടില്ലയെ പിന്തുണയ്ക്കുന്നവർ ബുധനാഴ്ച വൈകുന്നേരം തെരുവിൽ പ്രകടനം നടത്തിയിരുന്നു. ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പദ്ധതിയുടെ ചർച്ചയ്ക്കിടയിലും ഗസയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണത്തിൽ കുറഞ്ഞത് 73 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറയുടെ റിപ്പോർട്ട്. തുടർച്ചയായ ബോംബാക്രമണത്തെ തുടർന്ന് ഗസയിലെ നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും നശിച്ചു. വർദ്ധിച്ചു വരുന്ന ആക്രമണം കാരണം ഗസ നഗരത്തിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച NGO ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഗസയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഗസ ഗവർണറേറ്റുകൾക്കിടയിലുള്ള യാത്രയ്ക്കായി സിവിലിയന്മാർ ആശ്രയിക്കുന്ന സുപ്രധാന ഇടനാഴികളിൽ ഒന്നായ അൽ റാഷിദ് സ്ട്രീറ്റ് ഇസ്രായേൽ സൈന്യം അടച്ചതായി ഗസ ഗവർണറേറ്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഇസ്രായേലി ബോംബാക്രമണം മൂലം ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വടക്ക് നിന്ന് തെക്കോട്ട് ഈ അപകടകരമായ പാതയിലൂടെ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇസ്രായേൽ സൈന്യം ഗസ സിറ്റി വളഞ്ഞതായും അവശേഷിക്കുന്ന താമസക്കാർക്ക് നഗരം വിടാനുള്ള അവസാന അവസരമാണിതെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. നഗരത്തിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന് കാറ്റ്സ് അന്ത്യശാസനം നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ പദ്ധതിയിൽ ഹമാസിന്റെ പ്രതികരണം നാളേക്കകം ഉണ്ടാകും. ഹമാസ് പദ്ധതി തള്ളുമെന്നാണ് സൂചന.